റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഭീതി ഒഴിയാതെ തമ്മനം. വാട്ടർ അതോറിറ്റിയുടെ തമ്മനത്തെ രണ്ടാമത്തെ ടാങ്കിനും ബലക്ഷയമെന്ന് വിലയിരുത്തൽ. 68 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിന് 33 വർഷം പഴക്കമുണ്ട്. കഴിഞ്ഞ ദിവസം ടാങ്ക് തകർന്നതോടെ ഭീതിയിലാണ് നാട്ടുകാർ. അതേസമയം തമ്മനത്തു നിന്നുള്ള കുടിവെള്ള വിതരണം ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. കുടിവെള്ളം എത്താൻ പ്രയാസം നേരിടുന്ന പ്രദേശങ്ങളിൽ ടാങ്കർ എത്തിക്കുമെന്നാണ് അറിയുന്നത്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ്. ശരൺ, കുടിവെള്ളം കിട്ടി, പക്ഷേ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ ടാങ്ക് പൊട്ടിയപ്പോൾ തന്നെ അധികൃതർ കൃത്യമായത് ശ്രദ്ധിച്ചിട്ടില്ല എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. രണ്ടാമത്തെ ടാങ്കിനും 10-30 വർഷം പഴക്കമുണ്ട്. ആദ്യത്തെ ടാങ്കിനുള്ളതുപോലെ തന്നെ ഈ ടാങ്കും എപ്പോഴെങ്കിലും പൊട്ടുകയാണെങ്കിൽ അത് നാട്ടുകാർക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്നതാണ്. നാട്ടുകാർ വലിയ ആശങ്കയിലാണോ? അരുൺകുമാർ, നാട്ടുകാർ എന്തായാലും വലിയ ആശങ്കയിലാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം, അതായത് തമ്മനത്തെ കഴിഞ്ഞ ദിവസം ടാങ്ക് തകർന്ന സ്ഥലമാണ്. ഈ തകർന്ന ടാങ്കാണ് നമ്മൾ കാണുന്നത്. ഇത് 1,35 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ്. ഇത് തകർന്നതോടുകൂടി സമീപ പ്രദേശങ്ങളിലായിട്ട് 12.5 ലക്ഷത്തിന്റെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട്, ഇതിന്റെ നേരെ എതിർവശത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു ടാങ്കാണ്. ഇത് 68 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ്. ഇതിന് 33 വർഷം പഴക്കമുണ്ടെന്നുള്ളതാണ്. 1992 ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 33 വർഷം പഴക്കമുള്ള ടാങ്ക് കൂടിയാണ്. പ്രധാനമായും വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുന്ന കാര്യം, സാധാരണ ഇത്തരത്തിലുള്ള ടാങ്കുകളുടെ കാലാവധി എന്ന് പറയുന്നത് 30 വർഷമാണെന്നുള്ളതാണ്. അപ്പോൾ 30 വർഷത്തിന് മുകളിലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബലക്ഷയം ഉണ്ടെന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് വാട്ടർ അതോറിറ്റി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി പുതിയ ടാങ്ക് നിർമ്മിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ നമുക്കിപ്പോൾ പ്രദേശവാസികളുണ്ട്, അവർ വലിയ ആശങ്ക. ഈ വിള്ളൽ പൊട്ടാത്ത ടാങ്കിലെ രണ്ടാമത്തെ ടാങ്കിലെ വിള്ളലാണോ ഈ കാണിക്കുന്നത്? 33 വർഷം പഴക്കമുള്ള 68 ലക്ഷം ലിറ്റർ വെള്ളമുള്ള ടാങ്കിലെ വിള്ളലാണോ ഇത്? അരുൺകുമാർ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ രണ്ടാമത്തെ ടാങ്കാണ്. 68 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ്. അതിൻ്റെ ഈ മതിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിള്ളലടക്കം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്കിൽ, അതായത് ടാങ്കിൻ്റെത് 30 വർഷമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. എന്നാൽ മതിൽ, ഇത്തരത്തിൽ പുറത്തുള്ള സ്ട്രക്ചറിന് അത് 50 വർഷം വരെ നിലനിൽക്കുമെന്നുള്ളതൊക്കെയാണ് നേരത്തെ വാട്ടർ അതോറിറ്റി അവകാശപ്പെട്ടിരുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇത് പരിശോധിക്കുമ്പോൾ, പുറമേ നിന്ന് പരിശോധിക്കുമ്പോൾ തന്നെ പലയിടങ്ങളിലും വിള്ളലുകൾ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഇനി ഒരു അപകടം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സാഹചര്യമായിരിക്കില്ല, നേരത്തെ നമ്മൾ കണ്ടൊരു സാഹചര്യവുമായിരിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രദേശവാസികളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ ദിവസം വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറി വലിയ നാശനഷ്ടം ഉണ്ടായതാണ്. ചേട്ടാ, ഇപ്പോൾ 2 ടാങ്ക്, ഒരു ടാങ്ക് തകർന്നു, രണ്ടാമത്തെ ടാങ്കിന് ബലക്ഷയമുണ്ടെന്നുള്ളതാണ് വിലയിരുത്തി. അല്ല, ഈ ബലക്ഷയമുണ്ടെന്നുള്ളത് നേരത്തെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ടാങ്കിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവർ ശേഖരിക്കാത്തത്. ഇപ്പോൾ ഇവിടുത്തെ നഗരത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണികളാണ് ഇത് രണ്ടും. ആദ്യം നിർമ്മാണം നടന്നതാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. രണ്ടാമത്തത് പണിതതാണ്. രണ്ടാമത്തെ പണിതത് ആദ്യം തന്നെ ഞങ്ങളിതിൽ ലീക്ക് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ തന്നെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം സ്റ്റോർ ചെയ്യാത്തത്. കാരണം ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ള വെള്ളം ഇവർ സ്റ്റോർ ചെയ്യുന്നില്ല. ഈ ടാങ്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാട്ടിയത് ഈ ചോർച്ചയുണ്ട്. ഈ നിർമ്മാണം നടന്ന് എനിക്ക് തോന്നുന്നു 1-2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ ഈ പ്രദേശത്ത് നിരന്തരം എന്ന് വെച്ചാൽ വെള്ളം കനിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടൈലിട്ട് ഇരിക്കുന്ന റോഡ് തന്നെ ടൈലിടുന്നതിന് മുമ്പും സ്ഥിരം അവിടെ വെള്ളമുണ്ട്. അപ്പോൾ മഴയില്ലെങ്കിലും വെള്ളമുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഞങ്ങളിവിടെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ പമ്പ് ഹൗസ് ഇതിൽ നിന്ന് ലീക്കായിട്ട് വെള്ളം വരുന്നതാണ് അവിടെ കെട്ടിക്കിടക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ ലീക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന മണ്ണ് ഒഴുകി പോയിട്ടാണ് ഈ ടാങ്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അലംഭാവം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നുണ്ട്. കാരണം വെച്ചാൽ ഇത്തരം വലിയൊരു ശുദ്ധജല സംഭരണ ടാങ്ക് ഇവിടെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം എത്രമാത്രം ഉണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വളരെയേറെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കണ്ടെത്താമായിരുന്നു. ഈ പമ്പ് ഹൗസിൻ്റെ പിൻഭാഗത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം ഒഴുകി വരുന്നതെന്നുള്ളൊരു പരിശോധന ഇവർ നടത്തിയിരുന്നെങ്കിൽ ഈ വലിയൊരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു. എന്തായാലും അരുൺകുമാർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷ ഉറപ്പുവരുത്താനുള്ള യാതൊരുവിധ നടപടികളും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ആദ്യ ടാങ്ക്, തകർന്ന ടാങ്കിൽ നിന്ന് തന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ്, അതായത് ഒരു കമ്പാർട്ട്മെന്റാണ് തകർന്നത്, മറ്റൊരു കമ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ പമ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 3 തവണ പമ്പ് ചെയ്യുമ്പോഴാണ് ഒരു സൈക്കിൾ പൂർത്തിയാവുക. അങ്ങനെ വൈകിട്ടോടുകൂടി ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കുടിവെള്ളം എത്താത്തതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. അങ്ങനെ കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഉണ്ടാവുക. ശരി, ശരനാണ് വിവരങ്ങൾ നൽകിയത്. ആ വിള്ളൽ കണ്ടിട്ട് നമുക്കും ചെറിയ ടെൻഷൻ ഉണ്ടാവുന്നു. 68 ലക്ഷം ലിറ്റർ വെള്ളമാണ്
നേരത്തെ 1,10,00,000 ലിറ്റർ വെള്ളമാണ് ഒഴുകിപ്പോയത്. 10-30 വർഷം മാത്രമേ ഇത്തരം ടാങ്കുകൾക്ക് ആയുസുള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇപ്പം തന്നെ 33 വർഷമായി വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് തമ്മനത്തെ നിവാസികൾക്ക് നല്ലത്, കൊച്ചിക്ക് നല്ലത്.